ബ്രസീൽ പക്ഷം ചേരുന്ന എം.എ. നിഷാദ് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ്. ഉദ്ഘാടനത്തിനായി നമ്മുടെ പുനലൂരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ എം.എ. നിഷാദ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം. എ. രാജഗോപാൽ, മറ്റ് കൗൺസിലർമാർ, ഇത് ശബ്ദം ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാർ, തൊണ്ടകൽപ്പ പക്ഷമാണ് എങ്കിലും ഏറ്റവും വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയയുമായിട്ടാണ് നമ്മുടെ ചെയർമാൻ പുനലൂരിൻ്റെ നഗരപിതാവ് ഇതുപോലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫുട്ബോൾ ഒരു ഉത്സവമാണ്, ഒരു മാമാങ്കമാണ്. ഫുട്ബോളും സിനിമയും വെച്ച് നോക്കിയാൽ ഞാൻ ഒരു പടി മുകളിൽ വെക്കുന്നത് ഫുട്ബോളാണെന്നുള്ള രക്തസത്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കുറേശ്ശേമൊക്കെ അറിയാം. ചെറുപ്പം മുതൽ ഫുട്ബോളിനോടുള്ള ഒരു ആവേശം. കേരളത്തിൻ്റെ സംവിധായകരുടെ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഈ തടിയൊന്നും നോക്കണ്ട, ഞാൻ നന്നായിട്ട് കളിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനലിൽ വന്നിരിക്കുന്ന അർജന്റീനയും സ്പെയിനുമാണ്. രണ്ട് ടീമിൻ്റെയും ആരാധകർ ഇവിടെ ഉണ്ട്. രണ്ട് ടീമുകളിലും ജയം ഞാൻ ആശംസിക്കുകയാണ്. പക്ഷേ എൻ്റെ ടീം എപ്പോഴും ബ്രസീലാണ്. അത് ജയിച്ചാലും ബ്രസീൽ തന്നെ. അപ്പോൾ ബ്രസീൽ എന്ന് പറഞ്ഞ ഒരു ടീമിനെ സ്കൂളിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകത്തിൽ പെലെയെ പറ്റി ഒരു ചാപ്റ്റർ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, കുറച്ചു പേർക്കൊക്കെ അറിയാം. ആ പെലെയുടെ കഥകൾ വായിച്ച് കേട്ട് അന്നത്തെ കാലത്ത് സേഡ്നാക്ജി ഫുട്ബോൾ ടൂർണമെൻ്റാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അത് കോഴിക്കോട്. അന്ന് എൻ്റെ ഏറ്റവും ഫേവററ്റ് ടീം തിരുവനന്തപുരം ടൈറ്റാനിയമാണ്. ടൈറ്റാനിയം, റീബർട്ടേഴ്സ്, മോഹൻലാൽ ഗോവ, മുഹമ്മദ് മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, പഞ്ചാബ് പോലീസ്, JCT, അങ്ങനെ അവിടുത്തെ എല്ലാ കളിക്കാരന്മാരെയും മമ്മൂട്ടിയെ മോഹൻലാലിനെക്കാരും കൂടുതൽ എനിക്ക് പരിചിതമാണ്. പർമീന്ദർ സിംഗ് ആണെങ്കിലും, അയ്യപ്പ ജയനാണെങ്കിലും, തോമസ് സെബാസ്റ്റ്യൻ ആണെങ്കിലും, നജമുദ്ദീൻ ആണെങ്കിലും, അശോകനാണെങ്കിലും, അങ്ങനെ ഒരുപാട് ബ്രഹ്മാനന്ദ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന സർഗോക്കർ ഗോവയുടെ ഗോളി ഉൾപ്പെടെ സിനിമയെക്കാളും കൂടുതൽ ഞാൻ വാചാൽ കാണുന്നത് ഫുട്ബോളിനെ പറ്റി തന്നെയാണ്. പറയാതിരിക്കാൻ യാതൊരു ഇല്ല. തീർച്ചയായിട്ടും ഇവിടെ ശുചിത്വത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടി ഇവിടെ നഗരസഭ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഒരു നഗരസഭ എപ്പോഴും ഭംഗിയുള്ളതാകണമെങ്കിൽ ആ നഗരം ശുചിത്വവും അതുപോലെ ബ്യൂട്ടിഫിക്കേഷനും ഉണ്ടാവണമെന്നുള്ള ഏറ്റവും നൂതനമായ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയയുമായിട്ടാണ് നമ്മുടെ നഗരസഭാ ചെയർമാനും കൂടെയുള്ള കൗൺസിലർമാരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ നാടിനോടും ഈ നാട്ടുകാരോടും എനിക്ക് അന്നത്തെ കടപ്പാടുണ്ട്. ഞാൻ ജനിച്ചിരിക്കുന്ന മണ്ണാണിത്. സ്വാഭാവികമായിട്ടും എന്നും എന്നിലെ കലാകാരനെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പുനലൂരിനോട് ഞാൻ നന്ദിയുള്ളവരാണ്. ഈ കൊച്ചി പുനലൂരിൽ നിന്ന് ഒരുപാട് കലാകാരന്മാരെ എൻ്റെ സിനിമകളിൽ അഗ്രപാളികളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ പേർക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും അതിനുള്ള അവസരങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും, യാതൊരു സംശയം വേണ്ട. ഒരു സിനിമ ഇവിടെ ചെയ്യുമ്പോൾ, കിണർ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടി. ഈ മണ്ണിൽ നിന്ന് ഞാനത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ശ്രീ എം. എ. രാജഗോപാൽ, നമ്മുടെ ചെയർമാനും അതുപോലെ തന്നെ കൗൺസിലർമാരും ഇവിടുത്തെ ഓരോ ജനങ്ങളുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ 12ാമത്തെ സിനിമ ലക്ക് എന്ന പേരിട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പതിയിരിക്കുക എന്നുള്ളതാണ്. ലക്ക് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ടൈറ്റിലാണ്.